പിന്നെ വണ്ടി നിർത്ത് ആദ്യം ജാനുവരി ഓനെ പിടിച്ചിട്ടുണ്ടാവും. സൈക്കിള് വീണിട്ട് പിന്നെ ഇവർ തമ്മിൽ പിടിയും പിടി നടക്കും. അവരുടെ സൈക്കിൾ വീണു. ഇവര് തമ്മിൽ ഭയങ്കര പിടിയും പിടി നടക്കുന്നത്. ഒരു വാള് പ്രതീക്ഷനായിരുന്നു, പിന്നെ ഒരു വാള് പ്രതീക്ഷനായില്ല, 2 ശിനോജിനായിരുന്നു, 3 സാധനങ്ങൾ. വണ്ടി തിരിക്കുമൊക്കെ പരിപാടി ഒരു സംഭവം കഴിഞ്ഞു. മരിച്ചു എന്നുള്ളത് എനിക്ക് അന്നേരം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ മരിച്ചില്ല എന്നുള്ളത് എന്താ എത്രത്തോളം പരിക്ക് പറ്റി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണുന്നില്ല. മരിക്കാൻ മാത്രം മരിക്കേണ്ട രീതിയിലാണല്ലോ സംഭവം. വീണ്ടും നിലത്ത് കൊണ്ടാണ് സൈക്കിള് കുറച്ച് ആ സൈഡിൽ അതത്ര ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. നിങ്ങൾ വീണതും അവന്റെ സംബന്ധമുള്ള സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അതുപോലെ നിങ്ങൾ കൂടി നിന്ന സ്ഥലവും നിങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ട് കൂടി നിന്നാണ് പിടിക്കാൻ വേണ്ടി അവർ വീടെടുത്ത് വന്ന സ്ഥലം കാണിച്ചു തരാൻ പറ്റൂലേ? ഈ ആരായി ആയുധങ്ങൾ കൊണ്ടുവച്ചതാരാ? ആയുധങ്ങൾ കൊണ്ടുവന്നത് ശിവരാജ്. എന്നിട്ട് സംഭവം എങ്ങനെയല്ലോ വണ്ടി കഴിച്ചിലായി ആച്ചോളത്തിലെത്തി. ആച്ചോളം നേരെ റൈറ്റ് ഈ തിലകാടിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ വീട്ടിലേക്ക് അപ്പൊ ഈ പ്രവീഷ് തിലകൻ അന്നേരം അവിടുത്തെ ചുമതല അയാളുമായിട്ട് നല്ല വന്നെന്ന് വെച്ചാല് പ്രതീക്ഷ. ഞാൻ പറഞ്ഞില്ല അന്നേ ഞാനും ബന്ധമുണ്ട്. പക്ഷെ പ്രതീക്ഷ നല്ല വന്നാണ്. അയാളുടെ വീട്ടിലേക്ക് അയാളെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ അന്ന് രാത്രി ഈ സംഭവം ആരോടെങ്കിലും പറയണം. അപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സഹായിക്കുന്ന ഒരാള് തിലാട്ടനാന്നുള്ളത് പ്രതീക്ഷനായി. അപ്പൊ ഈ പ്രതീക്ഷയുടെ നിർദ്ദേശപ്രകാരം വണ്ടി അങ്ങോട്ടെടുത്തു അയാൾ വീട്ടിൽ കൊണ്ടുപോയി. കാര്യം പറഞ്ഞു. പ്രതീക്ഷ അയാളെ വിളിച്ചു വീട്ടിൽ പോയിട്ട്. പ്രതീക്ഷ കണ്ടപ്പോ തന്നെ അയാൾ ഇറങ്ങി വന്നു. ഒരു അബദ്ധം പറ്റിപ്പോയി, സംഭവം പറ്റിപ്പോയി. പിന്നെ അയാൾ ചോദിച്ചു നല്ലോണം ഉണ്ടോന്നുണ്ട്. പറയാൻ പറ്റൂല അങ്ങനെയുള്ളതെന്നുള്ളത്. അപ്പോ അയാള് അപ്പൊ ഈ സാധനമെല്ലാം അന്നേരം തന്നെ അയാൾ വാങ്ങിച്ചു. ഈ വെപ്പൺസ് ചോര വരണ്ട സാധനം വാങ്ങിച്ചു. ഇതെല്ലാം ഞാൻ ഇത് നിങ്ങൾ എടുത്തിട്ട് ഇനി ഒരു കൊണ്ട കിടത്തേക്ക് വാങ്ങിച്ചു. വാങ്ങി വെച്ച് ഞാൻ പറഞ്ഞൊരു സംഭവം പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന സംഗതി വീണ് കൈ വീണു, ഒരടി കിട്ടി. പൊതുവെ പുള്ളി ഒരു വല്ലാത്തൊരു പ്രചാരണക്കാരനാണ്. നിർദ്ദേശം പിടിച്ചപ്പോൾ വിചാരിച്ചു. അപ്പോ ഞാൻ പറയാം അടുക്കള ഞാൻ പറയുന്നത് കേൾക്കുന്നു. അയാൾ റൂമിലേക്ക് കൊടുത്തു എന്നെ എത്തിച്ചു. അടി കിട്ടിയപ്പോ ഞാൻ ചെറുങ്ങനെ കരയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ മുകളിലുള്ള വിഷമത്തില് എന്നോട് കാര്യങ്ങളും ചോദിച്ചു. കാര്യങ്ങൾ ഉള്ളതുപോലെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇത് ഞാനാ പറഞ്ഞെന്ന് ആരോടും പറയാം. ആണെന്ന് പറയുന്നത് പോയിക്കണ്ട ഈ കാര്യം ആരോടും ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞ എന്നോട് ഇതെനി ആരോടും പറയാൻ പാടില്ല. നിങ്ങളിത് ചെയ്തിട്ടില്ല, നിങ്ങളിത് കണ്ടിട്ടില്ല, നിങ്ങളിത് അടുത്തൊരാളോട് സംസാരിക്കാൻ പാടില്ല. ശരി ഞാനിങ്ങ് പോകും. അതിന് പോകുന്നപ്പോൾ അജിയേട്ടൻ പിന്നെ നേരെ രജീഷിനെ വിളിച്ചു. മണ്ഡലത്തിന്റെ ചുമതല ആ ഭാഗത്ത് ഈ മാടപ്പുഴ മണ്ഡലക്കാരിയായ രജീഷ് അവിടെ തന്നെ ഈ സ്ഥലത്ത് ഷിനോജിന്റെ ബന്ധു കൂടിയാണ്. ഷിനോജിന്റെ ബന്ധുവാണ്. ഷിനോജിന്റെ വീടിന്റെ അപ്പുറത്തെ വീട് നിങ്ങൾക്ക് അടുത്ത കൊണ്ടുവെക്കുന്നുള്ളൂ. രജീഷ് വിളിച്ചിട്ട് അജിയേട്ടൻ രജീഷിനോട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ ഷിനോജിനെ വിളിച്ചിട്ട് ഈ കാര്യം നമ്മൾ അറിഞ്ഞതായിട്ട് അറിഞ്ഞതായിട്ട് നടിക്കാതെ നിങ്ങൾക്ക് അതിൽ ബന്ധമുണ്ടെങ്കിൽ അയാളെ കൊണ്ടത് അയാളെ വായി നിന്നാന്നുള്ളത് ഇഷ്ടമാണ്. ഷിനോജിന്റെ വായി. അപ്പൊ അങ്ങനെ ഷിനോജിന്റെ വായിന് സംഗതി മൊത്തം കിട്ടി. അപ്പൊ അത് ഷിനോജ് കൂടാതെ ഷിനോജ് പറഞ്ഞതായി അവിടെ റെക്കോർഡായി സംഭവം. ഞാൻ പറഞ്ഞത് അവിടെ ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നത് ഇന്നും ഷിനോജിനും ഈ പ്രൊബീഷനും അറിയില്ല. ഷിനോജ് പറഞ്ഞാന്നുള്ളത് എല്ലാവർക്കും അത് പറയുന്നത് RSSന്റെ നേതാവിനോട് പറഞ്ഞു. ഈ നേതാവ് വേറെ പറഞ്ഞു അതിനെപ്പറ്റി എനിക്കറിയാം. ഈ സംഭവം വേറെ ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? അല്ലെ ഈ സംഭവം വേറെ നേതാക്കന്മാരുടെ ആരുടെയും പറഞ്ഞു? ഞാൻ ഇയാളോട് മാത്രമേ പറഞ്ഞു. പിന്നീടല്ല ഇത് പിന്നെ ജില്ലാതലത്തിലും എല്ലാ സ്ഥലത്തും അറിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാ സ്ഥലത്തും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അറിയാണ്ടിട്ടുണ്ടോ ഇതൊരു സംഗതി തീപിടിച്ച പോലെ പടരാൻ തുടങ്ങി. അപ്പൊ ഇത് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അല്ല ഈ സമയത്ത് നാട്ടിലുള്ള ടോക്ക് എന്താ? ഫസലിനെ കൊന്നത് ആരാണെന്നുള്ള ഒരു ടോക്കാണ് അവിടെ വന്നത്.
നാട്ടിലെ പ്രശ്നങ്ങൾ വന്നതിനെ കുറച്ച് ആ സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ CPM അറസ്റ്റ് ചെയ്തപ്പോൾ തോന്നി അത് പറയാം. CPM അറസ്റ്റ് ചെയ്തു. ആരെയൊക്കെ അറസ്റ്റ് ചെയ്ത്? ആരെയൊക്കെ അറസ്റ്റ് ചെയ്തത് എനിക്ക് ആ സമയത്ത് പിന്നെ അറസ്റ്റ് ചെയ്തു. ആടെയിലായിരുന്നു CPMന്റെ സുനിയെ അറസ്റ്റ് ചെയ്തില്ലേ? സുനിയെ അറസ്റ്റ് ചെയ്തു. സുനിയെ ലാസ്റ്റാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യം പറയാ. അപ്പോ അറസ്റ്റ് ചെയ്ത സമയത്ത് പിന്നെ ഇവരൊക്കെ നാട്ടിലുണ്ട്. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് ടോക്ക് എല്ലാവരും തന്നു തുടങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോ ലാസ്റ്റ് സമയത്താണ് ഇപ്പൊ 2 വർഷം മുമ്പേ ആണ് പിന്നെ ഞാൻ പറഞ്ഞ ശശിയാണ് കാണാൻ പോയത്. RSSന്റെ ജില്ലാ ഭാരവാഹിയാണോ? ശശിയേട്ടൻ ഇപ്പം ജില്ലയുടെ ഓഫീസില്ല. NK ഷിജുവാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷിജു, CPMനെ വർഷങ്ങളായി വേട്ടയാടുന്ന കേസാണിത്. കാരായി രാജനും ചന്ദ്രശേഖരനും പ്രതികളായ കേസ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർക്ക് കണ്ണൂരിലേക്ക് പ്രവേശനം പോലും ഇത് കാരണം നിഷേധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സാധൂകരിക്കുന്ന ആധികാരികമായ ഒരു വീഡിയോ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അഖില, ഈ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതികളായ ഫസൽ വധക്കേസിൽ നേരത്തെ തന്നെ CPM എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഈ കൊലപാതകവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നായിരുന്നു. പലപ്പോഴും ഈ കേസിൽ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് തെളിയിക്കാനുള്ള പല വിശദാംശങ്ങളും വിവരങ്ങളും CPM പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ തന്നെയാണ്. അതായത് ഈ കേസിൽ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത സുബീഷ് എന്ന് പറയുന്ന RSS പ്രവർത്തകന്റെ കുറ്റസമ്മത മൊഴിയാണിപ്പോൾ CPM നേതൃത്വത്തിൽ അതൊരു CBI കോടതിയിൽ തന്നെ ഹാജരാക്കിയിട്ടുള്ളത്. അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ഏഷ്യാൻ ന്യൂസ് പുറത്തുവിട്ടത്. ഈ കേസിൽ കുറ്റസമ്മത മൊഴി നടത്തുന്ന സുബീഷ് മാഹി ചെമ്പ്ര സ്വദേശിയാണ്. സുബീഷ് കുപ്പി സുബീഷ് എന്നറിയപ്പെടുന്ന ഈ സുബീഷിനെ മറ്റൊരു കേസിൽ, അതായത് പടുവിലായിലെ മോഹനനെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പോലീസിന് ഈ കേസിൽ മൊഴി കൊടുക്കുന്നതിനിടയിലാണ് ഫസൽ കേസിലും തങ്ങളാണ് ഉൾപ്പെട്ടതെന്ന മൊഴി ഇപ്പോൾ സുബീഷ് നൽകിയിട്ടുള്ളത്. പോലീസ് ശേഖരിച്ച ഈ വീഡിയോ ആണ് ഇപ്പോൾ ഈ കോടതിയിൽ CBI കോടതിയിൽ ഇപ്പോൾ കാരായി രാജൻ ഹാജരാക്കുന്നത്. ഇത് കോടതിയിൽ ഇന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് തങ്ങൾ ഈ കേസിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു നിർണായക തെളിവായിട്ടാണ് ഇപ്പോൾ കാരായി രാജൻ ഇത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇവർ വെളിപ്പെടുത്തുന്നതിൽ സുബീഷ് പറയുന്നത് ഈ കേസിൽ പങ്കെടുത്തത്, അതായത് ഫസലിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ആ പ്രദേശത്ത് കുറെ കാലമായി NDF പ്രവർത്തകനായ ഫസല് RSSന്റെ കൊടിമരങ്ങൾ നശിപ്പിക്കുക, അതുപോലെ ബോർഡുകൾ നശിപ്പിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇതിൽ അദ്ദേഹത്തെ ഒന്ന് ആക്രമിക്കണം എന്നാണ് തീരുമാനിച്ചത്. ഈ പ്ലാൻ ചെയ്തത് ഷിനോജ്, അതായത് ഷിനോജ് ചെമ്പ്ര സ്വദേശിയാണ്. മറ്റൊന്ന് പ്രബീഷ്, ഈ 3 പേരും ഇത് കൊലപാതകം ആസൂത്രണം ചെയ്ത ശേഷം തന്നെ വീട്ടിലേക്ക് വന്ന് കാണുകയായിരുന്നു. അതിനുശേഷം ആയുധങ്ങൾ കൊണ്ടുവന്നത് അവർ തന്നെയാണ്. പിന്നീട് തങ്ങൾ 4 പേരും ഒരു ബൈക്കിൽ പോയി എന്നാണ് പറയുന്നത്. പോലീസ് ഈ കുറ്റസമ്മത മൊഴിയിൽ ചോദിക്കുന്നുണ്ട്, ഒരു ബൈക്കിലാണോ നിങ്ങൾ 4 പേരും സഞ്ചരിച്ചതെന്ന് പറഞ്ഞപ്പോൾ സുബീഷ് പറയുന്നു, ഒരു ബൈക്കിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. പിന്നീട് ഈ ഫസൽ സ്ഥിരമായി സഞ്ചരിക്കാറുള്ള വഴിയിൽ ഫസലിന്റെ സൈക്കിൾ വരുന്നത് കണ്ടു. അവിടെ വെച്ച് ഈ 3 പേർ, അതായത് താൻ അവിടെ കാത്തുനിന്നു, മറ്റു 3 പേർ ചേർന്ന് അവരുടെ കയ്യിലായിരുന്നു വാളും ഇരുമ്പ് ദണ്ടും ഉണ്ടായിരുന്നു. അവർ അവനെ വെട്ടുകയാണ് ചെയ്തത്. പക്ഷെ മരിച്ചോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കിയില്ല. അതിനുശേഷം പെട്ടെന്ന് തന്നെ ബൈക്കെടുത്ത് ആ പ്രദേശത്തെ ഒരു RSS പ്രവർത്തകൻ തിലകൻ എന്ന് പറയുന്ന ചുമതലയുള്ള RSSന്റെ ചുമതലയുള്ള തിലകേട്ടന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് ആയുധങ്ങൾ അദ്ദേഹം വാങ്ങിച്ചു വെക്കുകയും ഇനി ഈ വിവരം ആരോടും പറയേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് സുബീഷ് പറയുന്നത് രാവിലെ RSS കാര്യാലയത്തിലെത്തി അവിടെയും ഈ വിവരങ്ങൾ അറിയിച്ചു എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾ 4 പേർ പങ്കെടുത്തിട്ടുണ്ട്, 4 പേർ ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസിന് സുബീഷ് കുറ്റസമ്മത മൊഴിയായി നൽകിയിട്ടുള്ളത്. ഈ മൊഴി ഒരുപക്ഷെ CPMനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഒരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനെതിരെ നടത്തുന്നതെന്ന് പറഞ്ഞ് CPM DYFI ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭങ്ങളാണ്. ഇപ്പോൾ വളരെ കാലങ്ങളായി അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടു എന്ന കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാനാകുന്നില്ല ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലാണ് ഇപ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇന്ന് CBI കോടതിയിൽ ഈ നിർണായകമായ ഒരു കുറ്റസമ്മത മൊഴി അവർ ഹാജരാക്കിയിട്ടുള്ളത്. ഇതിന്റെ ആധികാരികത പോലീസ് തന്നെ, ഇത് പോലീസ് ശേഖരിച്ച കുറ്റസമ്മത മൊഴിയാണ് എന്നാണ് ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അത് കൂടുതൽ ഇനി വിചാരണ നടക്കുന്ന ഘട്ടത്തിലായിരിക്കും CBI കോടതി ഇക്കാര്യങ്ങൾ പരിശോധിക്കുക. എന്തായാലും ഇതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് തെളിയിക്കാനുള്ള വളരെ നിർണായകമായ ഒരു മൊഴി അല്ലെങ്കിൽ അതിന്റെ തെളിവ് ഇപ്പോൾ തന്നെ CBI കോടതിയിൽ അവർ ഹാജരാക്കിയിരിക്കുന്നു. ആകില, ഷിജു, മറ്റൊരു കാര്യം കൂടി, ഈ കേസിൽ RSS ബന്ധം കൃത്യമായി തെളിയുന്നതിന്റെ സൂചനകൾ പുറത്തുവരികയാണ്. എന്നാൽ എങ്ങനെയാണ് മുതിർന്ന CPM നേതാക്കൾ തന്നെ ഈ കേസിൽ ആദ്യം ഉൾപ്പെട്ടത്? അതിന്റെ കേസിന്റെ നാൾവഴികളൊന്ന് വിശദമാക്കാമോ?
2006 ഒക്ടോബർ 22 ഫസലിനെ NDF പ്രവർത്തകനായ ഫസലിനെ കൊലപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് RSS പ്രവർത്തകരിലേക്ക് തന്നെയായിരുന്നു ഈ കൊലപാതകത്തിന്റെ അന്വേഷണം പോയതെങ്കിലും പിന്നീടാണ് ഇതിൽ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് കൊടിസുനി അടക്കമുള്ളവരെ ഈ കേസിൽ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കാരായി രാജൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന തലശ്ശേരി ഏരിയയുടെ സെക്രട്ടറി ആയിരുന്ന കാരായി രാജനും അവിടെ തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കാരായി ചന്ദ്രശേഖരനും ഇതിൽ അറസ്റ്റിലാകുന്നത് ഗൂഢാലോചന കേസിലാണ്. ഇവർ ഇതിൽ ഈ കേസിന്റെ ഗൂഢാലോചന നടത്തിയത് ഫസലിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന ഇവരുടെ നേതൃത്വത്തിലാണ് നടന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു CBI ആണ് ഇവരെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് പിന്നീട് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടതിന് ശേഷം വളരെ വർഷങ്ങളായി ഇപ്പോൾ അവർക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല.